ആദ്യത്തെ ചോദ്യം, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ ഉപ്പയെ തൊട്ടാൽ വുളൂ മുറിയുകയില്ല, എന്നാൽ ഉപ്പയുടെ ഉപ്പയെ തൊട്ടാൽ വുളൂ മുറിയുമോ? ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയുകയാണെങ്കിൽ വുളൂ മുറിയുകയില്ല. ഭർത്താവിൻ്റെ ഉപ്പയെ എന്നല്ല, ഉപ്പുപ്പമാർ മുകളിലോട്ട് എത്ര മുകളിലോട്ട് പോയാലും അവരെ ആരെ തൊട്ടാലും വുളൂ മുറിയുന്നതല്ല. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ വുളൂ മുറിയുകയില്ല. മാത്രമല്ല അവരുടെ ഉമ്മുമ്മമാർ മുകളിലോട്ട് എത്ര പോയാലും അവരെ ഒന്നും തൊട്ടാൽ വുളൂ മുറിയുന്നതല്ല. എന്നാൽ അവിടെ സംശയം ഉണ്ടായേക്കാം. സ്വന്തം ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയുമല്ലോ? മുറിയും. കാരണം എന്താ? ഭാര്യയിൽ അന്യത്വം എന്നുള്ളത് നിലനിൽക്കുന്നത് കൊണ്ടാണ് അവൾ നമ്മുടെ ഭാര്യയായത്. ഭാര്യയല്ലാത്ത, അന്യത്വമില്ലാത്ത സ്വന്തം പെങ്ങൾ അല്ലെങ്കിൽ അമ്മായി അല്ലെങ്കിൽ കുഞ്ഞിമ്മമാർ ഇവരെയൊന്നും തൊട്ടാൽ വുളൂ മുറിയുകയില്ല. അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഭാര്യയ്ക്കുണ്ടാകുന്നതെങ്കിൽ അവരെ ഭാര്യയാക്കാനും പറ്റില്ല. ആയതുകൊണ്ട് ഭർത്താവിന് ഭാര്യയുടെ ഉമ്മമാരെ തൊട്ടാൽ വുളൂ മുറിയാത്തതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഉപ്പുപ്പമാരെ വരെ തൊട്ടാൽ വുളൂ മുറിയുന്നതല്ല. അടുത്ത ചോദ്യം, ഒരാൾ രണ്ടാമത്തെ റക്അത്ത് ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചു. ഇമാം സലാം വീട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ? ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നവൻ നിസ്കരിച്ച് അവൻ്റെ നിസ്കാരം, മസ്ബൂക്കായ വ്യക്തിയുടെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ രണ്ടാമത്തെ റക്അത്ത്, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റക്അത്തിലാണെങ്കിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അല്ല 3ഓ 4ഓ റക്അത്തുകളിലാണെങ്കിൽ സൂറത്ത് ഓതേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തും. അടുത്ത ചോദ്യം, നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളിൽ നിന്ന് മറ്റും പിടിക്കുന്ന തവളകളെ അറുത്ത് ഭക്ഷിക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണുന്നു. ഈ തവളയുടെ മാംസം നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? തവള നെൽകൃഷി എന്നല്ല, മറ്റ് എവിടെ നിന്ന് കിട്ടുന്നതാണെങ്കിലും, കടലിൽ നിന്ന് കിട്ടുന്ന തവളയാണെങ്കിൽ പോലും ഭക്ഷിക്കരുത് എന്നാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. അതിൽ വ്യക്തമായൊരു തത്വം കൂടിയുണ്ട്. അതിൻ്റെ തവളയുടെ ശരീരത്തിൽ നൂല് പോലൊരു സാധനം ഉണ്ടെന്നും ആ വസ്തു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവന് മാരകമായ വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് തവളയുടെ മാംസം മുസ്ലിമായ ഒരാൾക്ക് തിന്നൽ അനുവദനീയമല്ല, അതിൻ്റെ വിധി ഹറാം തന്നെ. ഒരാൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുവാൻ തുടങ്ങി. ബിസ്മി ചൊല്ലിയതിന് ശേഷം അദ്ദേഹത്തിന് ഓർമ്മ വന്നു, വജ്ജഹത്ത് ഓതിയിട്ടില്ല എന്ന കാര്യം ഓർമ്മ വരികയും ചെയ്താൽ ബിസ്മി ചൊല്ലിയതിന് ശേഷം വജ്ജഹത്ത് ഓതാൻ മടങ്ങണമോ അതല്ല ഫാത്തിഹ പൂർത്തിയാക്കുകയാണോ ചെയ്യേണ്ടത്? ഫാത്തിഹയിൽ പ്രവേശിക്കുന്നതോടുകൂടി അവൻ ഫറലായ കർമ്മത്തിലേക്ക് പ്രവേശിച്ചു. ഫറലായ കർമ്മത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം സുന്നത്തിലേക്ക് മടങ്ങിയാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അതുകൊണ്ട് ഫറലായ ഫാത്തിഹ ആരംഭിക്കാൻ വേണ്ടി ബിസ്മി ഓതിയാൽ
അതിൻ്റെ മുമ്പ് പിന്നീട് അഊദുവിലേക്ക് മടങ്ങിയാൽ പോലും അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഒരു കാരണവശാലും ഫറദിൽ ആരംഭിച്ചതിന് ശേഷം സുന്നത്തിലേക്ക് മടങ്ങാവതല്ല. ഒരു വ്യക്തി ധാരാളം ആളുകൾ മയ്യിത്ത് നിസ്കാരത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അതിൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യവുമുണ്ട്. എന്നാൽ ഇൽമു കുറഞ്ഞ ഈ മയ്യിത്തിൻ്റെ മകനാണോ അതല്ല ഇൽമുള്ള പണ്ഡിതനാണോ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്? ഏതൊരു വ്യക്തി മരിച്ചാലും അവൻ്റെ പിതാവ്, വാപ്പ, അല്ലെങ്കിൽ വാപ്പാൻ്റെ വാപ്പ, അങ്ങനെ ഉപ്പുപ്പമാർക്ക്, അല്ലെങ്കിൽ അവരില്ലെങ്കിൽ മക്കള്, മകൻ്റെ മക്കള്, ഇവർക്കാണ് മയ്യിത്ത് നിസ്കരിക്കാനുള്ള അവകാശം ഉള്ളത്. പിന്നെ ഇവിടെ ചോദ്യത്തിൽ ഉന്നയിച്ചത് അറിവ് കുറഞ്ഞ ആള് എന്നാണ്. ഇവൻ അറിവ് കുറഞ്ഞ ആളാണെങ്കിലും മയ്യിത്ത് നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ അറിയുമെങ്കിൽ അവൻ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളും ശരിയാവുന്ന രൂപങ്ങളും അവന് വ്യക്തമായി അറിയാമെങ്കിൽ അവൻ നിസ്കരിക്കലാണ് നല്ലത്. കാരണം ഒരു വാപ്പയെ മുന്നിൽ വെച്ചുകൊണ്ട് മകൻ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ മകൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന വേദനയും ആ മയ്യിത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ അല്ലാഹുമ്മ ഗഫിർ ലഹു, എൻ്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ആ സ്വരവും മറ്റൊരു പണ്ഡിതനാണെങ്കിൽ പോലും അവൻ നിൽക്കുന്ന ആ പറയുന്ന രീതിയിലും വ്യത്യാസം ഉള്ളതുകൊണ്ട് മകൻ തന്നെയാണ് നിൽക്കേണ്ടത്. അതല്ല ഇനി എന്നെക്കാളും ഹൈറായ ഔലിയാക്കളോ ആത്മീയമായ ജ്ഞാനം കൊണ്ട് ബഹുമാനിക്കപ്പെട്ട വ്യക്തിത്വങ്ങളോ അവിടെയുണ്ടെങ്കിൽ എല്ലാ നിലക്കും ഹൈറായവർ അവരാണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി എൻ്റെ പിതാവിന് ദുആ ചെയ്യുമെന്നെനിക്ക് ഉറപ്പാണെങ്കിൽ അവരെ കൊണ്ട് വക്കാലത്ത് കൊടുത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ടവൻ ഞാനാണെങ്കിലും അവരെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അടുത്ത ചോദ്യം, ഒരാൾ സുബ്ഹ് നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചു. രണ്ടാമത്തെ റക്അത്തിൽ ഇമാമിനോടൊപ്പം കുനൂത്ത് ഓതിയ ഇദ്ദേഹം ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് ബാക്കി നമസ്കരിക്കുമ്പോൾ അതിൽ കുനൂത്ത് ഓതേണ്ടതുണ്ടോ? തീർച്ചയായും ഓതണം. കാരണം അവൻ്റെ രണ്ടാമത്തെ റക്അത്തിൽ, ഒരു വ്യക്തി നിസ്കരിക്കുന്ന രണ്ടാമത്തെ റക്അത്തിലാണ് കുനൂത്ത് ഓതേണ്ടത്. ആ ഓതുന്ന കുനൂത്താണ് ഈ മസ്ബൂക്കായ പിന്തി തുടർന്ന വ്യക്തി ഓതിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഓതിയത് ഇമാമിനോട് തുടർന്നപ്പോൾ ഓതേണ്ട കുനൂത്താണ്. ആ കുനൂത്ത് ഇമാം ഓതുമ്പോൾ എൻ്റെ ഒന്നാമത്തെ റക്അത്താണല്ലോ എന്ന് കരുതി ഇവൻ കുനൂത്ത് ഓതാതിരുന്നാൽ അവൻ്റെ നിസ്കാരം വരെ ബാത്തിലായി പോകും. ഇവൻ്റെ കുനൂത്ത് ഓതേണ്ടത് ഇവൻ്റെ രണ്ടാമത്തെ റക്അത്തിലാണ്. അതുകൊണ്ട് കുനൂത്ത് ഓതേണ്ടതാണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തി നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടിയാൽ പള്ളിയിലേക്ക് ഒരു സംഖ്യ കൊടുക്കാം എന്ന് നേർച്ചയാക്കി. എന്നാൽ നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടിയതുമില്ല എങ്കിൽ നേർച്ചയാക്കിയ ഈ പണം പള്ളിയിലേക്ക് കൊടുക്കേണ്ടതുണ്ടോ? നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഒരു കർമ്മത്തെ നിർബന്ധമാക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. സ്വതക്ക ചെയ്യൽ സുന്നത്താണ്. അത് പള്ളിയിലേക്കാവാം, പണ്ഡിതന്മാർക്കാവാം, പാവപ്പെട്ടവർക്കാവാം, സ്വാലിഹീങ്ങളിലേക്കാവാം. അതുപോലെ നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി വല്ല വഅള് പരിപാടികൾക്കോ അല്ലെങ്കിൽ വല്ല ഖുത്ബിയ്യത്ത് മജ്ലിസുകളിലേക്കോ അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ മജ്ലിസുകളിലേക്കോ ഒക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് സുന്നത്താണ്.
ഇവിടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചത് എൻ്റെ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടിയാൽ ഞാൻ പള്ളിയിലേക്ക് ഇത്ര സംഖ്യ കൊടുക്കാം എന്നാണ്. ആ സാധനം കിട്ടിയില്ലെങ്കിൽ ആ നേർച്ചയാക്കിയ പണം കൊടുക്കേണ്ടതില്ല, കാരണം കിട്ടാത്തത് കൊണ്ട്. ഇനി ഒരാൾ നേർച്ചയാക്കുന്നത് എൻ്റെ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടിയാൽ ഞാൻ കൊടുക്കാം എന്ന് നേർച്ചയാക്കി. നഷ്ടപ്പെട്ട വസ്തു കിട്ടിയാലേ കൊടുക്കൂ എന്നാണ് നേർച്ചയെങ്കിൽ കിട്ടിയാൽ മാത്രം കൊടുത്താൽ മതി. അല്ലെ ഞാൻ പള്ളിയിലേക്ക് കൊടുക്കാം എന്ന് നേർച്ചയാക്കിയാൽ അങ്ങനെ കൊടുക്കൽ ആവശ്യവും ആണ്. അടുത്ത ചോദ്യം, ജനാബത്തുള്ള സമയത്ത്, വലിയ അശുദ്ധിയുള്ള സമയത്ത് പല ആളുകൾ നഖം മുറിക്കുന്നതും മുടി വെട്ടുന്നതും കാണുന്നുണ്ട്. ഇതിൻ്റെ വിധി എന്താണ്? ജനാബത്ത് എന്നല്ല, വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ജനാബത്ത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഹൈലുണ്ടാവുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രസവിക്കുന്നത് കൊണ്ടാവാം. ഇതുകൊണ്ടൊക്കെ വലിയ അശുദ്ധി ഉണ്ടാവാം. ഈ വലിയ അശുദ്ധിയുള്ള സമയത്ത് നഖവും മുടിയും മുറിക്കുന്നത് ഹറാമാണ്. അഥവാ അറിവില്ലാതെ ഒരാൾ അങ്ങനെ ചെയ്തു പോയാൽ ആ മുറിക്കപ്പെട്ട വസ്തുവിനെ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി അതിനെ കുളിപ്പിക്കുകയും അതിനെ കുഴിച്ച് മൂടുകയും ചെയ്യണം എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ ഏത് സമയത്താണ് മുടി അല്ലെങ്കിൽ നഖം മുറിച്ചെടുക്കുന്നതെങ്കിലും അത് ജനാബത്ത് എന്നല്ല, എപ്പോൾ മുറിക്കുകയാണെങ്കിലും ഇതിനെ കുഴിച്ച് മൂടണം എന്നാണ് വിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ പുരുഷനാണ് നഖം മുറിക്കുന്നതെങ്കിൽ, മുടി മുറിക്കുന്നതെങ്കിൽ അതിനെ കുഴിച്ച് മൂടലും സുന്നത്താണ് എന്ന് ഫുഖഹാഇൻ്റെ അഭിപ്രായം. അടുത്ത ചോദ്യം, ഒരാൾ നിസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതാൻ മറന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് വരികയും ചെയ്യുന്നു. എന്നാൽ മറന്ന വിവരം ഓർമ്മ വന്നതിന് ശേഷം ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതുവാൻ മടങ്ങി വരാൻ പറ്റുമോ? അതിൻ്റെ മറുപടി, നാം ഒന്നാമത്തതിൽ ഫാത്തിഹ ഓതാൻ ആരംഭിച്ച വ്യക്തി വജ്ജഹത്തുവിലേക്ക് മടങ്ങാൻ പറ്റുമോ എന്ന ചോദ്യത്തിൽ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് ഇതിനുമുള്ളത്. ആദ്യത്തെ അത്തഹിയ്യാത്ത് എന്നുള്ളത് സുന്നത്താണ്, അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഈ അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് എന്തെങ്കിലും മറന്നുപോയാൽ അത് സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. എന്നാൽ ഈ പരിഹരിക്കപ്പെടുന്നത് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഖിയാമിലേക്ക് പോകുന്ന വ്യക്തിക്ക് ഓർമ്മ വന്നു, പോകുന്ന വഴി അല്ലെങ്കിൽ എത്തിയതിൻ്റെ ശേഷം, അങ്ങനെ ഫറളിലേക്ക് പ്രവേശിച്ചതിൻ്റെ ശേഷം സുന്നത്തായ അത്തഹിയ്യാത്തിലേക്ക് മടങ്ങിയാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. അടുത്ത ചോദ്യം, ജുമാ നിസ്കാരത്തിൽ ഒരുപാട് വ്യക്തികൾ രണ്ടാമത്തെ റക്അത്തിൽ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നത് കാണാം. ചില വ്യക്തികൾ അത്തഹിയ്യാത്തിൽ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നത് കാണാം. ഇവർ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാമോ? ജുമുഅക്ക് വന്ന വ്യക്തി സമയം വൈകിയെത്തി, അവന് കിട്ടിയത്, ഇമാമിനെ കിട്ടിയത് രണ്ടാമത്തെ റക്അത്തിലാണെങ്കിൽ രണ്ടാമത്തെ റക്അത്തിലെ റുക്കൂ അവന് ലഭിച്ചു എങ്കിൽ ആ റക്അത്ത് അവന് കിട്ടി. ഇല്ല എങ്കിൽ രണ്ടാമത്തെ റക്അത്തിലെ റുക്കൂ ലഭിച്ചില്ലെങ്കിൽ അവൻ ആ റക്അത്ത് കിട്ടിയില്ല. ആയതുകൊണ്ട് ജുമുഅയുടെ നിയ്യത്ത് വെച്ചുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിച്ച വ്യക്തി 4 റക്അത്ത് പൂർണ്ണമായും നിസ്കരിക്കണം. നിയ്യത്ത് ജുമുഅയുടെയും നിസ്കരിക്കുന്നത് ലുഹ്റായിട്ടുമാണ് എന്നാണ് ഫുഖഹാഇൻ്റെ അഭിപ്രായം. അതല്ല, ഒരു റക്അത്ത് അവന് കിട്ടിയെങ്കിൽ പിന്നീട് ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചാൽ മതിയാവുന്നതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.